ഇപ്പൊ ഞാനിപ്പോ ഷട്ട് ഡൗൺ ചെയ്ത് ഇപ്പൊ അനുരാഗിന്റെ സീനില്ല. നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ സെയിം സീനാ പൊങ്ങി വരത്തുള്ളൂ. അല്ല ഈ സ്ക്രീൻ അതെന്തോ വരുന്നത് എന്താണ് ഇപ്പം നിങ്ങളിപ്പം ഇന്ന് വേറൊരു പേജ് ഇതായിട്ട് ഓഫ് ചെയ്തെങ്കിൽ ഇതേ വരത്തുള്ളൂ. നിങ്ങൾ എന്ത് ലാസ്റ്റ് ഓഫ് ചെയ്യുന്നോ അതില്ലാ ടൈപ്പ് പൊങ്ങി വരുന്നത്. അപ്പം സീനിൽ ചെല്ലുക, നേരെ ഇത് വലിക്കുക, ഗോ അടിക്കുക, കൺഫേം, എല്ലാം ബാക്ക് ടു ഏതിലായാലും യു ഡോണ്ട് ഹാവ് ടു സെലക്ട്. അതെ ഡോനെ എല്ലാത്തിനും വ്യൂ ഉണ്ട്. അപ്പം വ്യൂ നെക്കിയാൽ മതി. അപ്പൊ ആ സ്ക്രീൻ വന്നു. ഓക്കെ, നമ്മൾ ഇത് പറ. പിന്നെ നമ്മളിപ്പോൾ ഡ്രമ്മിലാണ്. ഡ്രം ആക്ച്വലി നമുക്ക് പിന്നെ ഇന്നേഴ്സിൽ പോകണം, മോണിറ്ററിൽ പോകണം, മെയിൻ സബ്ജിൽ പോകണം, സിംഗേഴ്സിന് പോകണം. ഓക്കെ, ആദ്യം അങ്ങനെ ആ ഫുൾ ഫംഗ്ഷൻ ഉണ്ട്. സോ ഡ്രം 1 ഇപ്പം നമുക്ക് ഏറ്റവും ഈസി വോക്കൽ അല്ലെ ഡ്രം എടുക്കാം. ഡ്രം എടുത്തു, ഏത് സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഹൈലൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ആണെന്ന് വെച്ചാൽ ഇത് ഇതിന്റെ സെറ്റിംഗ് മാറ്റിയാലും ഇതിന്റെ അല്ല മാറുന്നത്, ഈ ചാനലിന്റെ മാറുന്നത്. അണ്ടിൽ ഈ ബട്ടൺ സെലക്ട് ഞെക്കാതെ നിങ്ങൾ എന്ത് ഇവിടെ ചെയ്തോ ഈ ഡ്രമ്മിന് നിങ്ങൾ ചെയ്ത വേറൊരു ചാനലായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പം ഡ്രമ്മിന് ഏത് ചാനൽ സെലക്ട്, ബിക്കോസ് ഇത് ലിങ്ക്ഡ് ഒറ്റ പേരാ. അതുകൊണ്ട് ഇപ്പൊ ഇതോ സെലക്ട് ചെയ്താലും ഡസ് നോട്ട് മാറ്റർ. സെലക്ട് ചെയ്തു, ഗെയിം നിങ്ങൾ ഇത് ഗെയിം, ഇത് കംപ്രഷൻ. ഞാൻ ഇതിന് ഇപ്പൊ കൂടുതൽ പറഞ്ഞില്ല, പക്ഷേ ബേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. കംപ്രഷൻ ബേസിക്കലി ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ സജി പാസ്റ്റർ ഞാൻ കംപ്രഷൻ ഇട്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് പാസ്റ്റർ ഒറ്റ അടിക്ക് റേസ് ചെയ്തു. ആ റേസ് ബേസിക്കലി നമ്മുടെ സൗണ്ട് ലെവല് വരാൻ വേണ്ടിയാണ് കംപ്രഷൻ വന്നിട്ട് അടിച്ചിട്ട് തിരിച്ച് മൈക്ക് അങ്ങ് തുറന്നു, വിത്തിൻ സെക്കൻഡ് തുറന്നു. അതാണ് കംപ്രഷൻ. ഗേറ്റ് എന്ന് പറഞ്ഞത് യൂഷ്വലി മൈക്കിനകത്ത് ചിലവർ എന്താ വെച്ചാൽ നമ്മൾ മൈക്ക് ആൾക്കാർ ദൂരെ പിടിക്കുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള സൗണ്ട് കയറാതിരിക്കാൻ വേണ്ടി ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുക, പാടി ആരാധിച്ച് ഞാൻ മൈക്ക് താഴോട്ട് പിടിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഗേറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചില്ലറ സാധനങ്ങളും ഇതിനകത്തോട്ട് കയറും. ഗെയിൻ അല്ലല്ല, അതിപ്പോ ഹൈ ഹോട്ട് ഗെയിൻ ആണെങ്കിൽ ഇപ്പം ഇതെല്ലാം അടിച്ചു കയറും. അപ്പം ഗെയിൻ ഒരു ബാലൻസ്ഡ് വേർഷൻ വെക്കും. ഗേറ്റ് കൂടുതൽ കളിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എസ്പെഷ്യലി നിങ്ങളുടെ ലൈവ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗേറ്റ് കട്ട് ചെയ്യുമ്പോഴോ തുറക്കുമ്പോൾ. അതുകൊണ്ട് ഗേറ്റ് ഞാൻ അങ്ങനെ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്, ചില മൈക്കിന് മാത്രം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ശിവപാസ്റ്റിന്റെ വയർലെസ് ഇട്ടിട്ടുണ്ട്. ഇത് മറ്റേ സജി പാസ്റ്റിന്റെ ക്രൗഡ് ഇട്ടേക്കുന്നത് എന്താ വെച്ചാൽ ഇതിവിടെ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി ക്രൗഡ്. പക്ഷെ ഒരു കാര്യം, ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ, വൺസ് അത് ചെയ്തു, നിങ്ങൾ സൗണ്ട് സെറ്റ് ചെയ്തു, പിന്നെ വരുന്ന ഈക്വലൈസേഷൻ. ഇതാണ് EQ. ഈ EQ ആണ് ബേസിക്കലി നിങ്ങൾക്ക് ഏതാണ് ലോ ഉണ്ട്, ലോ മിഡ് ഉണ്ട്, ഹൈ മിഡ് ഉണ്ട്, ഹൈ ഉണ്ട്. ഇത് നാലും ഇതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ഇതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ക്യൂ ഷേപ്പ് വേണം, ഏത് ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ ക്യൂ വേണ്ടത്, എത്ര വിട്ട് വേണം. അപ്പം അതിപ്പോൾ ഞാൻ വേറൊരു ചാനൽ എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇതെടുത്തെന്ന് വെച്ചോ. ഇതിപ്പോൾ ഒന്നുമില്ല ക്യൂ. ഇത് ഞെക്കി ഓൺ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഹൈ മിഡ് കൂട്ടുന്നത് ഇതാണ്. ഇതിൻ്റെ ഏത് ലെവലിലുള്ള ഗെയിൻ വേണം, ഈ താഴോട്ട് പോകുന്നത് കുറയ്ക്കുന്നത്, മേലോട്ട് പോകുന്നത് കൂട്ടുന്നത്, ഏത് നമ്പറാണ് അതാണ് ഇതിൻ്റെ ഈ നമ്പറുകൾ എഴുതിക്കുന്നത്. ഇതിൻ്റെ വിട്ട് അതാണ് ഇതിൻ്റെ. അപ്പം അത് ഞാൻ ഇപ്പം ഫർദർ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങളൊന്ന് വട്ടുപിടിക്കും. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ബേസ് ലെവൽ L3 ഓൾറെഡി കിടപ്പുണ്ട്. അതൊന്ന്. അത് കഴിഞ്ഞ് ഇത് 2 സെയിം ഓപ്ഷനാണ്. എനിക്ക് കംഫർട്ടബിൾ വെച്ചാണ് ഞാനിത് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ സെയിം സ്റ്റോറിയാണ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡ്രം വന്നു, ഇതെല്ലാം ബസ് ഈ സൈഡിൽ കിടക്കുന്ന സെയിം സാധനമാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പം ഈ ഡ്രം മൈക്ക് ചാനൽ 1 ബസ്സിലോട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ സെൻസ് ഓൺ ഫേഡേഴ്സ് എടുത്തത് ഇത് കണ്ടോ കൂടുന്നത്. സോ ഇൻ കേസ് നിങ്ങൾ ഇവിടെ DCL ആണെന്ന് വെച്ചോളൂ, ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അവന് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ചിലവർ കംഫർട്ടബിൾ ആ ചാനൽ സെലക്ട് ചെയ്തിട്ട് ഏത് നമ്പറാണോ, ഇപ്പോൾ 9 to 12 ആണെങ്കിൽ ഇത് 9, 10, 11, 12 11 ചെന്ന് കൂട്ടുന്നു. അങ്ങനെ അതിനുവേണ്ടി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻ ആണ്. പക്ഷെ ഞാനും നിങ്ങൾ കലപ്പച്ചനും സെൻസർ ഫീഡർ അല്ലേ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ചാനൽ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നു, ആ ഏത് നമ്പറാണോ ബസ്സിലോട്ടോ വേണം കേട്ടോ കുറയ്ക്കോ ഇടും. ബസ് എന്ന് പറയുന്നത് ഇന്നിയറും മോണിറ്ററിനുമാണ് ഇപ്പൊ ബസ് എന്ന് പറയുന്നത്. ഓക്സിനാണ് ഇപ്പൊ ബസ്. ഇതുവരെ ഓക്സ് ആയിരുന്നു, ആ ഓക്സ് വേർഡ് മാറി ഇപ്പൊ ബസ്.
ഇതിനകത്ത് ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുറയിൽ കണക്ഷൻ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് പ്ലേ ചെയ്യുന്നതും ലൈവ് സ്ട്രീമിന്റെ ഔട്ട്പുട്ട് പോകുന്നതാണ് ഓക്സ്. ഇനി തൊട്ട് നിങ്ങളുടെ വേർഡിങ് വരുന്നത് ബസ്സാണ്. അതാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന സർവ്വസാധനം. ഇന്നിയർ മൊത്തം പോകുന്നത് ബസ്സിനാണ്. ബസ് അത് ഓരോ ബസ്സിനകത്തോട്ട് സെലക്ട് ആവും. അതാണിത്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ചാനൽ എന്ന് പറയുന്നത് ഈ ചാനൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് 2 സെറ്റ് ചെയ്യാം. ഇപ്പം ബ്രോയോട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഡ്രം ഇതെന്ന് പറയുന്നത് നമ്മുടെ സബ് വൂഫറിന്റെ ലെവലാണ്. നമ്മൾ സബ് വൂഫർ സെപ്പറേറ്റ് മിക്സ് ചെയ്യുക. ഈ ചാനൽ സബിലോട്ട് പോകാൻ വേണ്ടിയാണ് മോണോ വിടുന്നത്. മോണോ എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ചാനലാണ് ഇത്. ഇവിടെ വരുന്ന മുമ്പേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഈ LR ചാനലാണ് നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ അപ്പം ഈസി എക്സാമ്പിൾ ഒരു കേക്ക്. ഇതൊരു കേക്കാണ്. ഈ കേക്ക് നമ്മൾ 5 പേർക്ക് കൊടുക്കണം. ആ 5 കട്ടിംഗ് ആണ് ഈ ബേസിക്കലി 1 2 3 4 5 പോകുന്നത്. അതാണ് നമ്മളിപ്പോൾ സ്ലൈസ് ചെയ്ത് വിട്ടേക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ മെയിൻ ചാനൽ നിങ്ങൾ എന്ത് അപ്പ് ആൻഡ് ഡൗൺ ആക്കിയാലും എല്ലായിടത്തും എഫക്റ്റ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടച്ച് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഹൗഡ് അടിച്ചെന്ന് വെച്ചോ, എല്ലാവരുടെയും പണി നേരെ വന്നിട്ട് ഒറ്റ അടി അടിക്കും. ചെയ്യില്ല, ബിക്കോസ് ലൈവ് ഇരിക്കുന്ന ആൾക്കാരും കട്ടാവും. ഇനിയർ വരത്തില്ല, ഫുള്ളി ഹൗസ് ഔട്ട്. പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബ് ആണ്. അതിന് വരെ എന്താ ചെയ്യുന്നത്, മാട്രിക്സ് വന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് മീറ്ററിൽ കാണാം ഏത് മൈക്കാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കുക. ആ മൈക്ക് അങ്ങ് കുറയ്ക്കുക. അല്ല നിങ്ങൾക്ക് സ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാട്രിക്സ് വന്നിട്ട് ഇത് മാത്രം കട്ട് ചെയ്യുക. ഈ ഇതാണ് മെയിൻ LR എന്ന് പറഞ്ഞാൽ മെയിൻ റൈറ്റ് ലെഫ്റ്റിന് വേണ്ടി മാത്രം. സൗണ്ട് കുറയത്തില്ല, കുറയും. സൗണ്ട് ഇവിടുത്തെ കുറയത്തുള്ളൂ, ലൈവ് കുറയത്തില്ല. ഹോളിൽ സൗണ്ട് ഹോളിലാണല്ലോ ഫീഡ്ബാക്ക് വരുന്നത്. ലൈവ് ഫീഡ്ബാക്ക് പോകുന്നില്ല. അതിനാണ് നമ്മൾ ഇത് സ്ലൈസ് ചെയ്ത് വിട്ടേക്കുന്നത്. പക്ഷേ ഇപ്പം അതും മെട്രിക്സ് നമ്മൾ ബേസിക്കലി ചെയ്തിരിക്കുന്നത് ഈ മെയിൻ ചാനൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ്. ഇപ്പൊ ഇത് ഒരു സെറ്റ് ഇതാണ്. നമുക്ക് 6 മെട്രിക്സ് ഉണ്ട്. 6-നകത്തുനിന്ന് നമ്മളിപ്പം മെയിൻ ലെഫ്റ്റ് റൈറ്റ് സ്ട്രീം L സ്ട്രീം R കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചില്ല. ഫോർ എക്സാമ്പിൾ ലൈവ് സ്ട്രീം ഇതിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു അവിടുത്തെ ഒരു റൂം എടുത്തു, പിള്ളേർക്ക് വേണ്ടി ഇരിക്കാൻ അമ്മമാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു റൂം എടുത്തു. നമ്മൾ അടുത്തൊരു കണക്ഷൻ എടുത്തിട്ട് ഈ ഹോളിൽ നടക്കുന്ന സാധനം അങ്ങോട്ട് വിടാൻ വേണ്ടി നമ്മൾ അടുത്തതും കൂടെ വിടാം. അതിനുവേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 5 ഓപ്ഷൻ വരെ നമുക്ക് വിടാം. അപ്പോൾ ഇപ്പോൾ ഇവർ പറയാൻ ലൈവ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കുറയ്ക്കല്ലേ, ഇവിടെ വന്നിട്ട് ഇത് മെട്രിക്സ് വന്നിട്ട് സ്ട്രീം കുറയ്ക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഈസി പണി, ഇവർ ലൈവ് പോകുമ്പം ഇതിന്റെ സോളോ കയറ്റി ഇടുക. അപ്പോൾ എന്തോ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മീറ്റർ. ഈ സോളോ മീറ്റർ കാണാൻ പറ്റും. അപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻ കേസ് ഇവർ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ചാനൽ ടു മച്ച് ഹോട്ട് ആണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു 5 dB കുറയ്ക്കാം. അപ്പം മാക്സിമം ഒരു -18 -21 വരാം. ബിക്കോസ് അവിടെ ഓൾറെഡി ഇന്ന വോളിയം ഉണ്ട്. ഇവിടെ നമ്മൾ ബിക്കോസ് പ്രസംഗത്തിൻ്റെ സമയത്ത് 0 കയറ്റുക, പാട്ടിൻ്റെ സമയത്ത് ഒരു -5 ഇടുക. അവർ വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കയറ്റും. ബിക്കോസ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ലൗഡം, പിന്നെ ജാറാകാൻ തുടങ്ങും. അപ്പോൾ അത് ഇപ്പൊ പറഞ്ഞ നിങ്ങൾ ആ എഴുതിയെടുത്തില്ലെങ്കിൽ ഓർക്കത്തില്ല കേട്ടോ. -5 -0 ഇടുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കോ. അപ്പൊ അതൊന്ന് അപ്പം ഇത് ആണ് മെട്രിക്സ്. ഇനിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ചാനൽ നമ്മൾ ഹൗസിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പോണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൈ വെക്കല്ലോ, സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ ഇത് ടോക്ക് ബാക്ക്. നമുക്ക് ഈ ടോക്ക് ബാക്ക് മൈക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും വേണ്ട. അത് കണ്ടോ ഇപ്പൊ